പുസ്തകം 7 അധ്യായം 6 സാവൂളിന്റെ മാനസാന്തരം. യഹൂദമതത്തിൽ 2 കാര്യങ്ങളാൽ വിശുദ്ധ പൗലോസ് ശ്രദ്ധേയനാണ്. ഒന്നാമതായി അദ്ദേഹത്തിന്റെ സ്വഭാവ പ്രത്യേകതകൾ. രണ്ടാമത് സാത്താന് പൗലോസിന്റെ സ്വഭാവ ഗുണങ്ങളെ തന്റെ കുൽസിത ലക്ഷ്യങ്ങൾക്ക് വിദഗ്ധമായി ഉപയോഗിക്കാൻ കഴിഞ്ഞത്. വിശുദ്ധ പൗലോസ് സ്വാഭാവികമായി തന്നെ വളരെ ഉദാരമതിയും വിശാലമനസ്കനും ഊർജ്ജസ്വലനും ധീരനും സ്ഥിരതയുള്ളവനുമായിരുന്നു. ധാർമ്മിക ജീവിതത്തിൽ അദ്ദേഹം ശ്രദ്ധാലുവായിരുന്നു. മോശയുടെ നിയമം കൃത്യമായി പഠിക്കുകയും അതിന്റെ മഹത്വം ഉയർത്തിപ്പിടിക്കുന്നതിൽ വളരെയധികം ശ്രദ്ധിക്കുകയും ചെയ്തു. എന്നാൽ തന്റെ നിയമപാണ്ഡിത്യം ഉപരിപ്ലവവും മാനുഷികവുമായിരുന്നതിനാൽ നിയമത്തിന്റെ കാതൽ എന്തെന്ന് താൻ മനസ്സിലാക്കിയിരുന്നില്ല എന്ന് അദ്ദേഹം തിമോത്തിയോട് ഏറ്റുപറയുന്നുണ്ട്. മറ്റു പല യഹൂദരെയും പോലെ നിയമത്തിന്റെ അരൂപി ഉൾക്കൊള്ളാതെ അതിന്റെ ഉൾക്കാഴ്ചകൾ സ്വീകരിക്കാതെ അവയിലടങ്ങിയ ദിവ്യരഹസ്യങ്ങൾ തിരിച്ചറിയാതെ സാവൂൾ മുന്നോട്ടുപോയി. സാവൂളിന്റെ നൈസർഗികമായ ആഭിജാത്യവും ഉദാരതയും ഒരു കൊലയാളി സംഘത്തിന്റെ ഭാഗമായി പ്രവർത്തിക്കുന്നത് തന്റെ സ്ഥാനത്തിന്റെ അന്തസ്സിനും ചേരാത്തതാണെന്ന് അദ്ദേഹം കരുതി. പകരം ക്രിസ്തുവിന്റെ നിയമത്തെ യുക്തി കൊണ്ടും തന്റെ നീതിബോധം കൊണ്ടും കീഴ്പ്പെടുത്താമെന്ന് അദ്ദേഹം വിചാരിച്ചു. പരിശുദ്ധ അമ്മയെ വധിക്കുക എന്ന ചിന്ത അദ്ദേഹത്തിന് അസഹ്യമായിരുന്നു. എന്തെന്നാൽ അദ്ദേഹം സ്ത്രീകളെ മാനിച്ചിരുന്നു. തന്നെയുമല്ല, ക്രിസ്തുവിന്റെ പീഡാസഹന മണിക്കൂറുകളിൽ അമ്മ സമചിത്തതയും അന്തസ്സും കൈവിടാതെ അതിനെ നേരിടുന്ന കാഴ്ച അദ്ദേഹത്തിൽ വലിയ ആദരവ് ഉണർത്തിയിരുന്നു. ഇക്കാരണത്താൽ പൗലോസിന്റെ ദൃഷ്ടിയിൽ ഏറ്റവും ആദരവ് അർഹിക്കുന്ന മഹതിയായ സ്ത്രീയായിരുന്നു അവൾ. പൊതുവെ എല്ലാവരും അറിഞ്ഞിരുന്നതും പൗലോസിന്റെ പ്രത്യേക ആദരവ് ഉണർത്തിയിരുന്നതുമായ കാര്യമാണ് പരിശുദ്ധ ജനനി അനുഭവിച്ച കഠിന വ്യാകുലതകൾ. ഇക്കാര്യത്തിൽ പൗലോസിന് അവളോട് അനുകമ്പയും ഉണ്ടായിരുന്നു. അതിനാൽ അവളുടെ ജീവനെതിരെ ഉയർത്തപ്പെട്ട പൈശാചിക പ്രലോഭനങ്ങൾ സാവൂൾ തള്ളിക്കളഞ്ഞു. അവളോടുള്ള അനുകമ്പ സാവൂളിന്റെ മാനസാന്തരത്തിൽ ശക്തമായ സ്വാധീനം ചെലുത്തിയിരുന്നു. അപ്പസ്തോലന്മാരെ ഉടൻ വധിക്കുന്നത് ധീരമായ ഒരു കാര്യമായിരിക്കുമെന്നുള്ള പ്രേരണ പിശാചിൽ നിന്നുണ്ടായെങ്കിലും അത്തരം കുടിലതകളെയും അയാൾ തള്ളിക്കളഞ്ഞു. ഇപ്രകാരമുള്ള ചിന്തകളെയെല്ലാം തിരസ്കരിച്ചെങ്കിലും നാട്ടിലുള്ള യഹൂദരെയെല്ലാം സഭാമർദ്ദകരാക്കി മാറ്റാനുള്ള പ്രകോപനം അയാൾ നടത്തിയിരുന്നു. സഭയോടൊപ്പം ക്രിസ്തുവിനെ തന്നെയും ഉന്മൂലനം ചെയ്യാൻ അയാൾ അഭിലഷിച്ചു. സാവൂളിന്റെ മാനസാന്തരം നാടകീയമാംവിധം അത്ഭുതകരവും മഹത്വമാകുക എന്നത് ദൈവനിശ്ചയമായിരുന്നു. അവിടുത്തെ അനന്തജ്ഞാനം അതിനിടയാക്കി. ഈ നിശ്ചയപ്രകാരമാണ് വിശുദ്ധ എസ്തപാനോസിന്റെ രക്തസാക്ഷിത്വം കഴിഞ്ഞയുടനെ പൗലോസിനെ പ്രകോപിതനാക്കി പ്രധാന പുരോഹിതന്മാരുടെ അടുക്കൽ ചെല്ലുന്നതിന് പ്രേരിപ്പിക്കാൻ അവിടുന്ന് സാത്താനെ അനുവദിച്ചത്. അപ്രകാരം സാവൂൾ ആവേശപൂർവം ശക്തമായ ഭീഷണികളുയർത്തി പുരോഹിത ശ്രേഷ്ഠരെ സമീപിച്ചു. സുവിശേഷ പ്രഘോഷണത്തിന് പുറപ്പെട്ട അപ്പസ്തോലന്മാരെ തേടിപ്പിടിച്ച് തടവിലാക്കി ജെറുസലേമിലേക്ക് കൊണ്ടുവരാനുള്ള അനുവാദം ചോദിച്ചു. അപ്പസ്തോല പ്രവർത്തനം 9:1. ഈ ഒരു ലക്ഷ്യത്തിനായി സാവൂൾ തന്റെ ജീവനും സ്വത്തുമെല്ലാം നീക്കിവച്ചു. ഈ ലക്ഷ്യം സാക്ഷാത്കരിക്കുന്നതിനായി സാവൂൾ മറ്റാരുടെയും സാമ്പത്തിക സഹായം സ്വീകരിക്കാതെ സ്വന്തം ചെലവിൽ യാത്ര തിരിച്ചു. ക്രൂശിതന്റെ ശിഷ്യന്മാർ പഠിപ്പിക്കുന്ന പുതിയ നിയമം തന്റെ പൈതൃകമായ മോശയുടെ നിയമത്തെ മറികടക്കാതിരിക്കാൻ എന്തും ചെയ്യാനൊരുക്കമായിരുന്നു സാവൂൾ. പ്രധാന പുരോഹിതനും അയാളുടെ ഉപദേശകർക്കും ഇത് ഏറ്റവും പ്രീതികരമായിരുന്നു. ഉടൻ തന്നെ അവർ ഔദ്യോഗിക അനുമതി നൽകി സാവൂളിനെ യാത്രയാക്കി. ആദ്യം സാവൂൾ പുറപ്പെട്ടത് ദമാസ്കസിലേക്കായിരുന്നു. ക്രിസ്തുവിന്റെ ചില ശിഷ്യന്മാർ അവിടേക്കാണ് പുറപ്പെട്ടതെന്ന് അവർക്ക് അറിവ് ലഭിച്ചിരുന്നു. നീതിപാലനത്തിന് നിയോഗിക്കപ്പെട്ട ചില ഉദ്യോഗസ്ഥരെയും സാവൂൾ കൂടെ കൂട്ടി. എന്നാൽ ഇവരെക്കാൾ ഒക്കെ സാവൂളിനെ അനുയാത്ര ചെയ്തത് എണ്ണമറ്റ പിശാചുക്കളായിരുന്നു. അവർ നരകത്തിൽ നിന്നും സാവൂളിനെ സഹായിക്കാനെത്തി. സാവൂളിനെ ഉപകരണമാക്കി തങ്ങളുടെ ശക്തി പ്രകടനം കാട്ടി സഭയുടെ അന്ത്യം കുറിക്കാമെന്നും അതിനെ പൂർണ്ണമായി ഭൂമിയിൽ നിന്നും തുടച്ചു നീക്കാമെന്നും അവർ കരുതി. സാവൂളിന്റെ സ്വപ്നവും ഇതുതന്നെയായിരുന്നു. ഈ ഉദ്ദേശ്യം അയാളുടെ മനസ്സിൽ നിക്ഷേപിച്ചുകൊണ്ട് സാവൂളിനെയും അനുചരന്മാരെയും ലൂസിഫർ മുന്നോട്ട് നയിച്ചു. പരിശുദ്ധ അമ്മ ഈ വിവരങ്ങളെല്ലാം അറിഞ്ഞിരുന്നു. അപ്പസ്തോലന്മാർ അവർക്ക് സംഭവിച്ചുകൊണ്ടിരുന്നതെല്ലാം അമ്മയെ കൃത്യമായി അറിയിച്ചുകൊണ്ടുമിരുന്നു. എന്നാൽ സാവൂളിന്റെ ഭാവി എന്തായിരിക്കുമെന്ന് പരിശുദ്ധ അമ്മ മുൻപേ തന്നെ അറിഞ്ഞിരുന്നു. സാവൂൾ ക്രിസ്തുവിന്റെ അപ്പസ്തോലനായിത്തീരും. അയാൾ പുറജാതികളെ സുവിശേഷം അറിയിക്കും. സഭയിൽ അത്ഭുതകരമായ സ്വാധീനം ചെലുത്താൻ കഴിയുന്ന പ്രമുഖനായി മാറും.
ഇക്കാര്യങ്ങളെല്ലാം ദൈവപുത്രൻ തന്റെ അമ്മയെ അറിയിച്ചിരുന്നു. എന്നാൽ അവളുടെ കൺമുൻപിൽ അപ്പോൾ കണ്ടുകൊണ്ടിരുന്നത് നാൾക്കുനാൾ മതമർദ്ദനം രൂക്ഷമാകുന്നതാണ്. അതേസമയം സാവൂളിന്റെ മാനസാന്തരം വിദൂരത്തും. ദൈവത്തിന്റെ നിഗൂഢ പദ്ധതിയെപ്പറ്റി ശിഷ്യർക്ക് വ്യക്തതയില്ലായിരുന്നു. അതിനാൽ അവർ ക്ഷീണിതരും നിരുന്മേഷവാന്മാരും ആയിത്തീർന്നു. അതിനാൽ രൂക്ഷമായ പീഡനങ്ങൾ അവർ സഹിച്ചു. തന്മൂലം പരിശുദ്ധ അമ്മയും അതീവ വ്യാകുലം അനുഭവിച്ചു. പരിശുദ്ധ അമ്മ തന്റെ സ്വർഗീയ ജ്ഞാനത്താൽ കാര്യങ്ങളുടെ ഗൗരവം നന്നായി മനസ്സിലാക്കി. അമ്മ നവമായ ഒരു ധൈര്യം സംഭരിച്ചു. വർദ്ധിച്ച ആത്മവിശ്വാസത്തോടെ തന്റെ പ്രാർത്ഥനകൾ തീക്ഷ്ണമാക്കി. സഭയെ ഉത്കർഷത്തിനായും സാവൂളിന്റെ മാനസാന്തരത്തിനായും അമ്മ അവ സമർപ്പിച്ചു. കുറച്ചു സമയം കൂടി അമ്മ വ്യാകുലം അനുഭവിക്കാനും ഒരു ഘട്ടത്തിൽ മോഹാലസ്യപ്പെടാൻ പോലും കർത്താവ് അനുവദിച്ചു. എന്നാൽ തന്റെ അമ്മയുടെ സ്നേഹത്തിന്റെ തീക്ഷ്ണത ഏൽക്കുന്ന ഹൃദയക്ഷതത്തിൽ നിന്ന് ഒഴിയുന്നതിന് അവിടുത്തേക്ക് കഴിഞ്ഞില്ല. അവിടുന്ന് അവളുടെ പ്രാർത്ഥന സ്വീകരിച്ച് അവളെ ആശ്വസിപ്പിച്ചു. അവൻ ഇപ്രകാരം അരുളി ചെയ്തു: എല്ലാ സൃഷ്ടികൾക്കുമിടയിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട എന്റെ അമ്മേ, താമസം വിന നിന്റെ ഇച്ഛകൾ സാധ്യതമാകട്ടെ. സാവൂളിന്റെ കാര്യത്തിൽ നീ ആഗ്രഹിച്ച പ്രകാരം സംഭവിക്കും. അവൻ ഒരു പുതിയ സൃഷ്ടിയാകും. താൻ ഇതുവരെ പീഡിപ്പിച്ച സഭയുടെ സംരക്ഷകനായി ഈ നിമിഷം മുതൽ അയാൾ മാറും. എന്റെ നാമത്തിന്റെ മഹത്വം അവൻ വിളംബരം ചെയ്യും. ഇതാ, ഇപ്പോൾ തന്നെ ഞാൻ അവനെ എന്റെ സ്നേഹത്തിലേക്കും പ്രസാദവരത്തിലേക്കും സ്വീകരിക്കുന്നു. ഈ വാക്കുകൾക്കു ശേഷം കർത്താവ് പ്രാർത്ഥനയിൽ മുഴുകിക്കഴിഞ്ഞ തന്റെ അമ്മയെ വിട്ടുപോയി. ഇനി സംഭവിക്കാൻ പോകുന്നത് എന്തെന്ന് അവൾക്കിപ്പോൾ വ്യക്തമായിരുന്നു. അധിക സമയം കഴിയുന്നതിനു മുൻപേ ദമാസ്കസിലേക്കുള്ള രാജവീഥിയിൽ യാത്രയിലായിരുന്ന സാവൂളിന് ക്രിസ്തു പ്രത്യക്ഷനായി. അവിടുത്തേക്കെതിരെ ജ്വലിക്കുന്ന വിദ്വേഷം അയാളിൽ ആളിക്കത്തിയിരുന്നു. വെട്ടിത്തിളങ്ങുന്ന വെള്ളിമേഘത്തിൽ ഉജ്ജ്വല മഹിമയാൽ ആവൃതനായി അവൻ പ്രത്യക്ഷനായി. സാവൂളിന്റെ അകവും പുറവും ആ ഉജ്ജ്വല ശോഭയാൽ പൂരിതമായി. അയാളുടെ ഹൃദയവും ഇന്ദ്രിയങ്ങളും തനിക്ക് വിധേയപ്പെടാത്ത ഒരു അപാര ശക്തിയാൽ നിസ്തേജമാക്കപ്പെട്ടു. അപ്പസ്തോല പ്രവർത്തനം 9:4. താൻ സഞ്ചരിച്ചിരുന്ന കുതിരപ്പുറത്തു നിന്ന് താഴെ വീണു. അപ്പോൾ ഉന്നതത്തിൽ നിന്നുമൊരു ശബ്ദം അയാൾ ശ്രവിച്ചു: സാവൂൾ, സാവൂൾ, നീ എന്നെ എന്തിനു പീഡിപ്പിക്കുന്നു? ഭയചകിതനും ആകാംക്ഷഭരിതനുമായി സാവൂൾ ചോദിച്ചു: കർത്താവേ, നീ ആരാണ്? അശരീരി അപ്പോൾ പ്രതിവചിച്ചു: നീ പീഡിപ്പിക്കുന്ന യേശുവാണ് ഞാൻ. എന്റെ ശക്തിക്കെതിരെ തൊഴിക്കുന്നത് നിനക്കു നന്നല്ല. ഭയത്താൽ വിറച്ചുകൊണ്ട് സാവൂൾ വീണ്ടും ചോദിച്ചു: കർത്താവെ, നീ എന്നിൽ നിന്ന് ആഗ്രഹിക്കുന്നതും ആജ്ഞാപിക്കുന്നതും എന്താണ്? സാവൂളിന്റെ അനുചരന്മാർ രണ്ടുപേരുടെയും സംസാരം കേട്ടെങ്കിലും കർത്താവിനെ ആരും കണ്ടില്ല. അവർ കണ്ടത് അവിടുത്തെ ചൂഴ്ന്നു നിന്ന വെട്ടിത്തിളങ്ങുന്ന മഹത്വമായിരുന്നു. അത് കണ്ട് അവരെല്ലാം ഭയവും അത്ഭുതവും കൊണ്ട് നിറഞ്ഞു. ഇതവർക്ക് തികച്ചും അപ്രതീക്ഷിതമായ അനുഭവമായിരുന്നു. കുറേ സമയത്തേക്ക് അവർക്ക് ശബ്ദിക്കാൻ കഴിഞ്ഞില്ല. ഇതിനു മുൻപ് ലോകചരിത്രത്തിൽ ഇത്തരമൊരു സംഭവം ഉണ്ടായിട്ടില്ല. ഇത് അത്ഭുതപൂർവമായ ഒരു അനുഭവമായിരുന്നു. മനുഷ്യന്റെ ഇന്ദ്രിയങ്ങളിലൂടെ ഗ്രഹിക്കാൻ കഴിയുന്നതിനുമപ്പുറമായിരുന്നു ഈ അനുഭവം. സാവൂളിന്റെ അവസ്ഥ ഇതു തെളിയിക്കുന്നു. അയാൾ നിലത്തു കമിഴ്ന്നു വീണുപോയി. അയാൾക്ക് അന്ധത ബാധിച്ചു. അയാളുടെ സർവശക്തിയും ചോർന്നു പോയി. ദൈവത്തിന്റെ പ്രത്യേക സംരക്ഷണമില്ലായിരുന്നെങ്കിൽ അയാൾ അപ്പോൾ തന്നെ മരണപ്പെടുമായിരുന്നു. അയാളുടെ ഉള്ളിലുണ്ടായ മാറ്റം വിസ്മയകരമായിരുന്നു. ഇല്ലായ്മയിൽ നിന്ന് അസ്തിത്വത്തിലേക്കുള്ള പരിണാമം തന്നെ. തന്റെ പൂർവാവസ്ഥ അന്ധകാരമാണെങ്കിൽ ഇപ്പോൾ അത് വെള്ളി വെളിച്ചമായി രൂപാന്തരപ്പെട്ടിരിക്കുന്നു. പിശാചിന്റെ അവസ്ഥയിൽ നിന്നും ഒരു സെറാഫിക് മാലാഖയുടെ അവസ്ഥയിൽ എത്തിയിരിക്കുന്നു. ലൂസിഫറിന്റെ മേൽ ഇപ്രകാരം നേടിയ വിജയം ദൈവത്തിന്റെ മാത്രം സ്വന്തമായ അനന്തജ്ഞാനത്തിലും സർവശക്തിയിലും സംഭവിച്ചതത്രേ. എന്തെന്നാൽ ക്രിസ്തുവിന്റെ പീഡാസഹനത്താലും മരണത്താലും ഈ മനുഷ്യശത്രുവായ നരകവ്യാളിയുടെ പൈശാചിക തിന്മകളെ ഒരു മനുഷ്യന്റെ സ്വഭാവത്താൽ തകർത്തെറിയപ്പെടുക എന്നത് ദൈവഹിതമായിരുന്നു. മനുഷ്യനായ ദൈവപുത്രനിൽ വരപ്രസാദത്തിന്റെയും നിത്യരക്ഷയുടെയും ഫലങ്ങൾ സമ്മേളിക്കുകയും പാപത്തിനും പിശാചിനുമെതിരായും അവയുടെ തിന്മകൾക്കെതിരെയും പ്രബലപ്പെടുകയും ചെയ്തിരിക്കുന്നു. അങ്ങനെ എല്ലാം പൊടുന്നനെ സംഭവിച്ചു. നിമിഷ നേരം കൊണ്ട് തന്റെ അഹന്തയിലൂടെ ലൂസിഫർ മാലാഖയുടെ സ്ഥാനത്തുനിന്നും സാത്താന്റെ സ്ഥാനത്തേക്ക് നിപതിച്ചതുപോലെ ക്രിസ്തുവിന്റെ ശക്തിയാൽ സാവൂൾ സാത്താന്റെ അവസ്ഥയിൽ നിന്ന്
മാലാഖയ്ക്കടുത്ത പ്രസാദവരത്തിന്റെ അവസ്ഥയിലേക്ക് പുനഃസ്ഥാപിക്കപ്പെട്ടു. ലൂസിഫർ ദൈവത്തോടുള്ള ശത്രുത മൂലം സ്വർഗത്തിൽ നിന്നും ഭൂമിയുടെ അഗാധ തലമായ പാതാളത്തിൽ പതിച്ചു. എന്നാൽ ദൈവത്തിന്റെ ഒരു സ്നേഹിതനിത ഭൂമിയിൽ നിന്നും സ്വർഗത്തിലേക്ക് ഉയർത്തപ്പെടുന്നു. സാവൂൾ ദൈവത്തിന്റെ നീതീകരണത്തിനായി തന്നെ വിട്ടുകൊടുത്തു. വരപ്രസാദത്തെ സ്വന്തമാക്കി. ദൈവമഹത്വത്തിൽ പങ്കുകാരനായി. ദൈവത്തെ നേരിൽ ദർശിച്ചു. ആ ദർശനം സാവകാശത്തിലാണ് സംഭവിച്ചതെന്ന് മാത്രം. അല്ലയോ അദമ്യമായ ദൈവത്തിന്റെ ശക്തിയെ, അല്ലയോ ക്രിസ്തുവിന്റെ ജനന മരണങ്ങളിൽ വെളിപ്പെടുന്ന യോഗ്യതകളെ, പാപത്തിന്റെ നീചത്വം ഒരു നൊടിയിടയിൽ മാലാഖയെ സാത്താനാക്കി മാറ്റിയെങ്കിൽ രക്ഷകന്റെ വരപ്രസാദം അതിനേക്കാൾ എത്രയോ ശക്തമാകുന്നു. ആ വരപ്രസാദമിതാ ഒരു മനുഷ്യനെ ഉയർത്തുകയും അവനെ ആദിമ വിശുദ്ധിയിൽ സ്ഥാപിക്കുകയും ചെയ്തിരിക്കുന്നു. ഇതെന്തൊരത്ഭുതം! ഈ അത്ഭുതം ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടിയേക്കാൾ അത്ഭുതമാകുന്നു. അതിലെ സമസ്ത ജീവികളുടെയും സൃഷ്ടിയേക്കാളും അത്ഭുതകരം. അന്ധന് കാഴ്ച നൽകുന്നതിനേക്കാൾ, രോഗിക്ക് ആരോഗ്യം നൽകുന്നതിനേക്കാൾ, മരിച്ചവനെ ഉയർപ്പിക്കുന്നതിനേക്കാൾ അത്ഭുതകരം. നമുക്കൊരു പരിത്രാണകനുണ്ട്. നമുക്കൊരു പിതാവുണ്ട്. നമുക്കൊരു സഹോദരനുണ്ട്. അവനാണ് നമ്മുടെ കർത്താവ്. അവനിതാ സാവൂളിനെ നീതീകരിച്ചിരിക്കുന്നു. സാവൂൾ അപ്രകാരം നിലം പറ്റി കമിഴ്ന്നു വീണു കിടന്നപ്പോൾ വിശുദ്ധീകരണത്തിന്റെയും ആന്തരിക നന്മകളുടെയും വരദാനം അയാൾക്ക് നൽകപ്പെട്ടു. അങ്ങനെ അദ്ദേഹം 3-ാം സ്വർഗം വരെ ഉയർത്തപ്പെട്ടു. എന്നാൽ തന്റെ ശരീരത്തിലും അരൂപിയിലും അപ്രകാരം ഉയർത്തപ്പെട്ടത് അപ്പോൾ അദ്ദേഹം തിരിച്ചറിഞ്ഞിരുന്നില്ല. എന്നാൽ അസാധാരണമായ ഒരു ദാർശനിക അനുഭവത്തിലൂടെ അദ്ദേഹം ദൈവികതയെ ഉൾപ്രേരണയിൽ തിരിച്ചറിഞ്ഞു. ദൈവത്തിന്റെ സത്തയെയും അവിടുത്തെ അനന്തമായ ശക്തിവിശേഷങ്ങളെയും പരിപൂർണതയെയും മിശിഹാ രഹസ്യത്തിന്റെ രക്ഷാകര ഫലവും വരപ്രസാദത്തിന്റെ നവനിയമവും സഭയാകുന്ന മഹാരഹസ്യത്തിന്റെ വൈശിഷ്ട്യവും സാവൂൾ മനസ്സിലാക്കി. ആ സമയത്തിനു മുൻപ് വിശുദ്ധ എസ്തപ്പാനോസ് തന്റെ മരണവേളയിൽ പ്രാർത്ഥനയിലൂടെ തനിക്കുവേണ്ടി നേടിയെടുത്ത നീതീകരണത്തെ സാവൂളിന് തിരിച്ചറിയാൻ കഴിഞ്ഞു. അതിനേക്കാൾ വ്യക്തതയോടുകൂടി പരിശുദ്ധ അമ്മയുടെ പ്രാർത്ഥനയുടെ ഫലങ്ങളും അവളിലൂടെ സാധ്യതമായ മാനസാന്തരത്തിന്റെ പ്രസക്തിയും അയാൾ അറിഞ്ഞു. ക്രിസ്തുവിന്റെ യോഗ്യതകൾ കഴിഞ്ഞാൽ പരിശുദ്ധ അമ്മയുടെ യോഗ്യതകളാണ് പൗലോസിനെ ദൈവം മുൻപാകെ നീതിമാനാക്കിയതെന്ന് അപ്പോൾ വെളിവായി. ആ നിമിഷം മുതൽ അദ്ദേഹത്തിന്റെ ഹൃദയത്തിൽ അത്യധികമായ കൃതജ്ഞതയും പരിശുദ്ധ അമ്മയോടുള്ള ഭക്തി ആദരവുകളും നിറഞ്ഞു. അവളുടെ ഉന്നതമായ അന്തസ് അയാൾക്ക് വ്യക്തമായി വെളിപ്പെട്ടു. അന്നു മുതൽ അവളെ തന്റെ വീണ്ടെടുപ്പിന്റെ കാരണഭൂതിയായി കരുതി സാവൂൾ ബഹുമാനിച്ചു. താൻ അപ്പസ്തോലന്റെ അന്തസ്സിലേക്കാണ് വിളിക്കപ്പെട്ടതെന്ന് അയാൾ അറിഞ്ഞു. ഈ ദൗത്യത്തിന്റെ വഴിയിൽ താൻ അധ്വാനം ചെയ്യുകയും മരണം വരെയും സഹിക്കുകയും ചെയ്യേണ്ടിയിരിക്കുന്നു. ഈ ദിവ്യ രഹസ്യങ്ങളോടൊപ്പം മറ്റു ചില രഹസ്യങ്ങളും അദ്ദേഹത്തിന് വെളിപ്പെട്ടു കിട്ടിയിട്ടുണ്ട്. അത് താൻ വെളിപ്പെടുത്തുന്നില്ല എന്നാണ് അതേപ്പറ്റി അദ്ദേഹം പറയുന്നത്. എല്ലാ കാര്യങ്ങളിലും ദൈവഹിതമനുസരിച്ച് പൗലോസ് തന്നെ ബലിയായി വിട്ടുകൊടുത്തു. ഈ സമർപ്പണത്തെ പരിശുദ്ധ ത്രിത്വം അംഗീകരിച്ചു. സകല സ്വർഗവാസികളും ഒന്നായി പൗലോസ് തന്റെ അധരങ്ങളാൽ സമർപ്പിച്ച ബലി സ്വീകരിക്കുകയും പുറജാതികളുടെ അപ്പസ്തോലനും ഗുരുവുമായി നിയോഗിച്ചനുഗ്രഹിക്കുകയും ചെയ്തു. അത്യുന്നത ദൈവത്തിന്റെ നാമം ലോകം മുഴുവൻ സംവഹിക്കാനുള്ള പാത്രമായി പൗലോസ് ഉയർത്തപ്പെട്ടു. സാവൂളിന്റെ ദമാസ്കസ് രാജവീഥിയിലെ പതനത്തിനും മാനസാന്തരത്തിനും ശേഷം 3-ാം ദിവസം കർത്താവ് തന്റെ ദമാസ്കസിലെ പ്രിയ ശിഷ്യരിൽ ഒരാളായ അനനിയാസിനോട് ഒരു ദർശനത്തിൽ പ്രത്യക്ഷനായി സന്ദേശം നൽകി. അപ്പസ്തോല പ്രവർത്തനങ്ങൾ 9:10. തന്റെ ദാസനും സ്നേഹിതനുമെന്ന് അയാളെ സംബോധന ചെയ്തുകൊണ്ട് കർത്താവ് അയാളോട് ഈ നഗരത്തിന്റെ മറ്റൊരു ഭാഗത്ത് വസിച്ചിരുന്ന യൂദ എന്നയാളുടെ ഭവനത്തിലെത്താൻ കൽപ്പിച്ചു. അവിടെ താർസീസ് സ്വദേശിയായ സാവൂൾ എന്നൊരാൾ പ്രാർത്ഥനയിൽ മുഴുകി കഴിയുന്നത് കാണും. ആ സമയം തന്നെ സാവൂളിനും ഒരു ദർശനം ലഭിച്ചു. അനനിയാസ് എന്നു പേരുള്ള ഒരു മനുഷ്യൻ തന്റെ അടുക്കൽ വരുന്നതായും കൈവയ്പിലൂടെ തന്റെ നഷ്ടപ്പെട്ട കാഴ്ചശക്തി വീണ്ടും തിരികെ കൊടുക്കുന്നതുമായിരുന്നു ആ ദർശനം. എന്നാൽ സാവൂളിന് ഇപ്രകാരം ദർശനം ലഭിച്ച കാര്യം അനനിയാസ് അറിഞ്ഞതുമില്ല. അതിനാൽ അയാൾ ഇപ്രകാരം കർത്താവിനോട് പ്രതിവചിച്ചു: കർത്താവെ, ഈ പറയുന്ന മനുഷ്യൻ ജെറുസലേമിലുള്ള നിന്റെ വിശുദ്ധരെ പീഡിപ്പിക്കുകയും അവരെ കൊല്ലുകയും ചെയ്തതായി എനിക്ക് അറിവ് ലഭിച്ചിട്ടുണ്ട്. അതുകൊണ്ടും മതി വരാതെ
ഇയാൾ ഉന്നത പുരോഹിതനിൽ നിന്ന് കൽപ്പനകളും വാങ്ങി ഇവിടെയുള്ള വിശ്വാസികളെയും നിന്റെ നാമം ഉച്ചരിക്കുന്നവരെയും ബന്ധിക്കുന്നതിനായി എത്തിയിരിക്കുകയാണ്. ഇങ്ങനെയിരിക്കെ എന്നെ കടിച്ചുകീറി തിന്നാൻ ദാഹിക്കുന്ന ചെന്നായിയുടെ അടുക്കലേക്ക് തേടിച്ചെല്ലാൻ അവിടുത്തെ ഏറ്റവും എളിയ കുഞ്ഞാട് മാത്രമായ അടിയനോട് കൽപ്പിക്കുകയോ? കർത്താവ് അപ്പോൾ മറുപടി നൽകി, നീ ഇപ്പോൾ നിന്റെ ശത്രുവായി കരുതുന്ന ആളിന്റെ പക്കലേക്ക് ചെല്ലുക. ഇത് എന്റെ തിരഞ്ഞെടുപ്പാണ്. ഇതുവഴി അവർ എന്റെ നാമത്തെ എല്ലാ ജനപദങ്ങളിലും ദേശങ്ങളിലും പ്രഘോഷിക്കും. ഇസ്രായേൽ മക്കളുടെ ഇടയിൽ അവൻ എന്റെ നാമത്തെ പ്രതി സഹിക്കാനിരിക്കുന്നവയെല്ലാം ഞാനവന് ഏൽപ്പിച്ചു കൊടുക്കുകയും ചെയ്യും. അപ്പോൾ തന്നെ ആ ശിഷ്യനോട് അതുവരെ സംഭവിച്ച കാര്യങ്ങളെല്ലാം അവിടുന്ന് വെളിപ്പെടുത്തി കൊടുത്തു. കർത്താവിന്റെ കൽപ്പന ശിരസാ വഹിച്ചുകൊണ്ട് അനനിയാസ് ഉടൻ എഴുന്നേറ്റ് സാവൂൾ കഴിഞ്ഞിരുന്ന ഭവനത്തിലേക്ക് പുറപ്പെട്ടു. അവിടെ പ്രാർത്ഥനയിൽ മുഴുകിയിരിക്കുന്നവനായി അദ്ദേഹം അയാളെ കണ്ടു. അനനിയാസ് അദ്ദേഹത്തോട് പറഞ്ഞു, സഹോദരാ സാവൂൾ, നിങ്ങളുടെ യാത്രക്കിടയിൽ നിങ്ങൾക്ക് പ്രത്യക്ഷനായ നമ്മുടെ കർത്താവായ യേശുക്രിസ്തു ഇതാ എന്നെ നിന്റെ പക്കലേക്ക് അയച്ചിരിക്കുന്നു. അതുവഴി നിങ്ങൾക്കു നഷ്ടപ്പെട്ട കാഴ്ചശക്തി വീണ്ടും കിട്ടുകയും പരിശുദ്ധാത്മാവിനാൽ പൂരിതനാകുകയും ചെയ്യും. സാവൂൾ അനനിയാസിൽ നിന്ന് കർത്താവിന്റെ തിരുശരീരം സ്വീകരിച്ചു. അയാളുടെ ശക്തി വീണ്ടെടുക്കപ്പെട്ടു. സൗഖ്യമുണ്ടായി. അയാൾ ഇതിനു കാരണമായ ദൈവത്തിന് നന്ദി പറഞ്ഞു. തുടർന്ന് ഏതാനും ദിവസങ്ങളായി ഭക്ഷണം വർജിച്ചു കഴിഞ്ഞിരുന്ന അയാൾ ഭക്ഷണം കഴിച്ചു. അവിടെ മറ്റു ശിഷ്യന്മാരുമായി സംവാദങ്ങളിലേർപ്പെട്ടു കഴിഞ്ഞു. അയാൾ ശിഷ്യന്മാരുടെ പാദങ്ങളിൽ സാഷ്ടാംഗം പ്രണാമം ചെയ്യുകയും അവരുടെ ഇടയിൽ തികച്ചും അയോഗ്യനും എളിയവനുമെങ്കിലും തന്നെയും കൂടി ശിഷ്യനായി സ്വീകരിക്കണമേ എന്ന് അപേക്ഷിക്കുകയും ചെയ്തു. അവരുടെ സ്നേഹിതനും ദാസനുമായി താൻ കഴിഞ്ഞുകൊള്ളാമെന്നും താൻ ചെയ്തുപോയ അപരാധങ്ങൾ മാപ്പാക്കണമെന്നും അഭ്യർത്ഥിച്ചു. അവർ അയാളെ സ്വീകരിച്ചു. അവരിൽ നിന്ന് ഉപദേശങ്ങൾ സ്വീകരിച്ചും തീഷ്ണതയോടും ജ്ഞാനത്തോടും ആവേശത്തോടും കൂടി എല്ലാവരുടെയും മുൻപാകെ ക്രിസ്തുവിനെ രക്ഷകനും മിശിഹായുമായി ഏറ്റുപറഞ്ഞ് പ്രഘോഷിക്കാനും തുടങ്ങി. അയാൾ ചെന്ന സിനഗോഗുകളിൽ അവിശ്വാസികളായ യഹൂദർക്ക് ഈ പ്രഘോഷണം വലിയ ആശയക്കുഴപ്പമായി ഭവിച്ചു. ദമാസ്കസിലെ മനുഷ്യരെല്ലാം ഈ മനുഷ്യരിൽ വന്ന അപ്രതീക്ഷിതമായ മാറ്റം കണ്ട് അത്ഭുതപ്പെട്ടു. അവർ ഇപ്രകാരം പറഞ്ഞു, ഈ മനുഷ്യനല്ലേ ജെറുസലേമിൽ അവൻ ഇപ്പോൾ പ്രഘോഷിക്കുന്ന നാമം ഏറ്റുപറഞ്ഞവരെയെല്ലാം വാളും തീയും കൊണ്ട് നശിപ്പിക്കാൻ നടന്നവൻ. ഈ നഗരത്തിലേക്ക് ഇയാൾ വന്നതു തന്നെ ഇവിടെയുള്ള വിശ്വാസികളെ ബന്ധിച്ച് ജെറുസലേമിലെ പ്രധാന പുരോഹിതന്മാരുടെ മുൻപിൽ ഹാജരാക്കാനല്ലേ? ഇപ്പോൾ ഇയാൾക്ക് ഇപ്രകാരം മാറ്റം സംഭവിച്ചതെങ്ങനെ? പൗലോസാകട്ടെ ദിനം തോറും തന്റെ പ്രഘോഷണങ്ങളിൽ കൂടുതലായി മുഴുകിക്കൊണ്ടിരുന്നു. യഹൂദരും പുറംജാതികളും സമ്മേളിച്ചിടത്തെല്ലാം അയാൾ തന്റെ പ്രഘോഷണങ്ങൾ ചെയ്തുകൊണ്ടിരുന്നു. കോപാകുലരായ അവർ അവന്റെ ജീവൻ നശിപ്പിക്കുന്നതിന് ഗൂഢാലോചനകൾ നടത്തി. ഈ കഥ പിന്നാലെ പറയുന്നതാണ്. വിശുദ്ധ എസ്തപ്പാനോസിന്റെ രക്തസാക്ഷിത്വത്തിനു ശേഷം 1 വർഷവും 1 മാസവും പിന്നിട്ട ശേഷമാണ് പൗലോസിന്റെ അത്ഭുതകരമായ മാനസാന്തരം സംഭവിച്ചത്. ഇത് ജനുവരി മാസം 25-നായിരുന്നു. ഈ ദിവസമാണ് സഭ പൗലോസിന്റെ മാനസാന്തരത്തിന്റെ തിരുനാളായി ആഘോഷിക്കുന്നത്. അത് നമ്മുടെ കർത്താവിന്റെ ജനനത്തിന്റെ 36-ാം വർഷമായിരുന്നു. എന്തെന്നാൽ മുൻ അധ്യായങ്ങളൊന്നിൽ പറഞ്ഞിരിക്കുന്നതിൻ പ്രകാരം വിശുദ്ധ എസ്തപ്പാനോസ് തന്റെ 35-ാം വർഷത്തിൽ 1 ദിവസം പിന്നിട്ടപ്പോഴാണ് രക്തസാക്ഷിയായത്. എന്നാൽ വിശുദ്ധ പൗലോസിന്റെ മാനസാന്തരം സംഭവിച്ചത് തന്റെ 36-ാം വയസ്സിന്റെ 1 മാസം പിന്നിട്ടപ്പോഴാണ്. അതിനു പിന്നാലെ വിശുദ്ധ യാക്കോബ് തന്റെ സുവിശേഷ യാത്ര ആരംഭിച്ചു. ഇതു പിന്നാലെ പറയുന്നതാണ്. ഇപ്പോൾ നമുക്ക് നമ്മുടെ നാഥയും മാലാഖമാരുടെ രാജ്ഞിയുമായവൾക്കരികിൽ ചെല്ലാം. സാവൂളിന് സംഭവിച്ച കാര്യങ്ങളെല്ലാം അവൾ അപ്പപ്പോൾ അറിഞ്ഞുകൊണ്ടാണിരുന്നത്. ആദ്യം അയാൾക്കുണ്ടായിരുന്ന അസന്തുഷ്ടി നിറഞ്ഞ മനസ്സും ക്രിസ്തുനാമത്തിനെതിരെ അയാളിൽ ഉയർന്ന ക്രോധവും പൊടുന്നനെയുണ്ടായ പതനവും അതിന്റെ കാരണവും പിറകെയുണ്ടായ മാനസാന്തരവും അതിനെല്ലാം ഉപരിയായി അയാൾ 3-ാം സ്വർഗത്തിലേക്ക് ഉയർത്തപ്പെട്ട അത്ഭുത സംഭവവും ദമാസ്കസിലുണ്ടായ മറ്റു കാര്യങ്ങളും അവൾ അറിയേണ്ടത് ന്യായവും ഉചിതവുമായിരുന്നു. എന്തെന്നാൽ അവൾ സദാ നാഥന്റെ അമ്മയും വിശുദ്ധ സഭയാകുന്ന അത്ഭുതത്തിന്റെ ഉപകരണവുമാണല്ലോ. തന്നെയുമല്ല, ഈ അത്ഭുതത്തിന്റെ യഥാർത്ഥ പ്രസക്തി കൃത്യമായി തിരിച്ചറിയാൻ മറ്റാരേക്കാളും അധികമായി വിശുദ്ധ പൗലോസിനേക്കാളുമെന്നല്ല സഭയാകുന്ന മൗദ്രിക ശരീരത്തിലെ മറ്റെല്ലാ അംഗങ്ങളെക്കാളും അധികമായി അവൾക്കു കഴിയും. എന്തെന്നാൽ ഇതുപോലെ അനന്യസാധാരണവും ആശ്ചര്യകരവുമായ ഒരനുഗ്രഹം സർവശക്തന്റെ കരങ്ങളാൽ സാധിതമായത് മനുഷ്യരുടെ ഇടയിൽ അറിയപ്പെടാത്തതും അവരുടെ കൃതജ്ഞതാസ്തോത്രങ്ങൾക്കു കാരണമാകാതിരിക്കുന്നതും ഉചിതമല്ല.
എത്രയും നന്മ നിറഞ്ഞവളായ മറിയമാണ് നിറഞ്ഞ ഹൃദയത്തോടെ ഇതിനു കൃതജ്ഞതാസ്തുതികൾ അർപ്പിച്ചത്. അവളായിരുന്നു എല്ലാവർക്കും മുൻപേ ഈ ഗരിമയുള്ള സംഭവത്തെ അതർഹിക്കും വിധം ഏറ്റുപറഞ്ഞ് മനുഷ്യവർഗത്തിന് മുഴുവനും വേണ്ടി അത് കൊണ്ടാടിയത്. സ്വർഗീയ രാജ്ഞിയുടെ വചസ്സുകൾ. എന്റെ വത്സല മക്കളെ, വിശുദ്ധ പൗലോസിനെ തന്നിലേക്ക് അടുപ്പിക്കാനും അയാളെ മാനസാന്തരപ്പെടുത്താനും ഇപ്രകാരമുള്ള വഴിയല്ലാതെ മറ്റു മാർഗങ്ങൾ അത്യുന്നതനായ ദൈവത്തിന് സ്വീകരിക്കാമായിരുന്നു എന്ന കാര്യം എല്ലാ മനുഷ്യരും അറിയണം. എന്നാൽ ഇപ്രകാരം നാടകീയമായ ഒരത്ഭുതം പ്രവർത്തിച്ചത് പ്രത്യേക ലക്ഷ്യത്തോടെയാണ്. തന്റെ സൗഹൃദത്തിലേക്കും കൃപാനിറവിലേക്കും മനുഷ്യനെ ഉയർത്താൻ അവിടുന്ന് പ്രകടിപ്പിച്ച അത്യുദാരമായ ക്ഷമയാണ് ഇതിന്റെ പിന്നിൽ നിറഞ്ഞു നിൽക്കുന്നത്. വിശുദ്ധ പൗലോസിന്റെ ദൃഷ്ടാന്തം കാട്ടിക്കൊണ്ട് നാം എപ്രകാരമാണ് ദൈവവരപ്രസാദത്തോട് ക്രിയാത്മകമായി പ്രതികരിക്കേണ്ടതെന്നും അവിടുന്ന് നമ്മെ പഠിപ്പിക്കുന്നു. അനേകം ആത്മാക്കളെ കർത്താവ് വിളിച്ചുണർത്തി അവിടുന്ന് പ്രചോദനങ്ങളും സഹായവും നൽകുന്നു. അനേകർ ആ വഴിയിൽ കൂടി ക്രിയാത്മകമായി പ്രതികരിച്ചുകൊണ്ട് സഭയുടെ കൂദാശകളിൽ കൂടി നീതിമത്കരിക്കപ്പെടുകയും ചെയ്യുന്നു. എന്നാൽ അവരെല്ലാവരും തങ്ങളുടെ വഴിയിൽ തുടരുന്നില്ല. തീഷ്ണതയോടെ പരിപൂർണതയുടെ മാർഗത്തിൽ ചരിക്കുന്നവർ തീരെ കുറവാണ്. അവർ അരൂപിയുടെ നിറവിൽ തുടങ്ങുന്നെങ്കിലും ചെന്ന് അവസാനിക്കുന്നത് മാംസത്തിന്റെ ബന്ധനത്തിലാണ്. അതിന്റെ കാരണം അവരുടെ ദീർഘക്ഷമയില്ലായ്മയാണ്. തന്മൂലം വരപ്രസാദത്തിൽ വളരാൻ അവർക്ക് കഴിയാതെ വരുന്നു. പൗലോസ് തന്റെ മാനസാന്തര വേളയിൽ ഇപ്രകാരം ചോദിച്ചു: കർത്താവെ, നീ എന്നിൽ നിന്നും എന്താഗ്രഹിക്കുന്നു? ഞാൻ നിനക്കായി എന്താണ് ചെയ്യേണ്ടത്? ചിലർ ഇപ്രകാരം അധരം കൊണ്ടുരുവിടുന്നുണ്ടെങ്കിലും അത് അവരുടെ ഹൃദയത്തിൽ നിന്നും വരുന്നതല്ല. എന്തെന്നാൽ അവർ തങ്ങളുടെ സ്നേഹത്തിന്റെ ഒരു പകുതി തങ്ങൾക്കുവേണ്ടി മാത്രം നീക്കിവയ്ക്കുന്നു. ലോകത്തിന്റെ ആദരം, സമ്പത്ത്, ഇന്ദ്രിയ തൃഷ്ണകൾ, പാപസാഹചര്യങ്ങൾ എന്നിവയുടെ പിന്നാലെ അവർ പോകുകയും തട്ടിവീണ് തകരുകയും ചെയ്യുന്നു. എന്നാൽ പൗലോസ് അപ്പസ്തോലൻ യഥാർത്ഥവും സജീവവുമായ ഒരു മാതൃകയാണ്. വരപ്രസാദത്തിന്റെ പ്രകാശത്താൽ മാനസാന്തരം നേടുകയും പാപത്തിന്റെ അഗാധത്തിൽ നിന്ന് ദൈവത്തിന്റെ അത്ഭുതകരമായ സ്നേഹത്തിലേക്കും വരപ്രസാദത്തിലേക്കും രൂപാന്തരം പ്രാപിക്കുകയും ചെയ്തു. മാത്രവുമല്ല, അദ്ദേഹം തന്റെ പൂർണ്ണ ആത്മാവോടും പൂർണ്ണ മനസ്സോടും കൂടെ ദൈവത്തിന്റെ വിളിക്ക് പ്രത്യുത്തരം നൽകി. അതുവഴി താൻ ഇന്നോളം പിന്തുടർന്നിരുന്ന തിന്മയുടെ മാർഗങ്ങളെയും സ്വാർത്ഥമോഹങ്ങളെയും ഉപേക്ഷിക്കുകയും തന്നെ പൂർണ്ണമായും ദൈവത്തിന്റെ ഇഷ്ടത്തിനും നിയോഗത്തിനുമായി സമർപ്പിക്കുകയും ചെയ്തു. ഇപ്രകാരമുള്ള സമ്പൂർണമായ ആത്മപരിത്യാഗത്തിന്റെ പ്രത്യക്ഷമായ ആവിഷ്കാരമായിരുന്നു ഈ വാക്കുകളിൽ പ്രകടമായത്. കർത്താവെ, നീ എന്താണ് എന്നിൽ നിന്നും ആഗ്രഹിക്കുന്നത്? ഈ വാക്കുകളിൽ തന്റേതായ മാർഗത്തിൽ പൗലോസ് രക്ഷ കണ്ടെത്തി. അഗാധമായ എളിമയോടും അനുതാപത്തോടും തികഞ്ഞ ആത്മാർത്ഥതയോടും കൂടി പൗലോസ് ഇത് പറഞ്ഞപ്പോൾ അദ്ദേഹം സ്വന്തം ഇച്ഛയെ പൂർണ്ണമായും നിരാകരിച്ച് തന്നെ ദൈവത്തിന് ഭരമേൽപ്പിക്കുകയായിരുന്നു. കർത്താവിന് സ്വയം വിട്ടുകൊടുത്ത നിമിഷം മുതൽ തന്റെ ഇന്ദ്രിയങ്ങളുടെയും മനസ്സിന്റെയും യാതൊരു ശക്തികളെയും മൃഗതൃഷ്ണകളുടെയോ ഐന്ദ്രിക സന്തോഷങ്ങളുടെയോ സേവകരാക്കി മാറ്റാൻ അദ്ദേഹം അനുവദിച്ചില്ല. ആ വഴികൾ അയാൾ അവിടെ വെച്ച് തന്നെ തള്ളിക്കളഞ്ഞു. തന്നെ സർവശക്തനെ ശുശ്രൂഷിക്കുന്നതിനും അവിടുത്തെ ഇഷ്ടങ്ങളും ലക്ഷ്യങ്ങളും നടപ്പിലാക്കുന്നതിനുമായി സമർപ്പണം ചെയ്തു. ഒരു മറുചോദ്യവും ചോദിച്ചില്ല. തനിക്കു പരിചിതനായ അനനിയാസിന്റെ പക്കൽ ചെല്ലാൻ നൽകപ്പെട്ട നിർദ്ദേശം അപ്പോൾ തന്നെ പാലിച്ചത് ഇതിനുത്തമ ദൃഷ്ടാന്തം തന്നെ. മനുഷ്യഹൃദയങ്ങളുടെ നിഗൂഢതകളെ വ്യക്തമായി അറിയുന്ന ദൈവം വിശുദ്ധ പൗലോസിന്റെ ആത്മാർത്ഥതയെ തിരിച്ചറിഞ്ഞു. അദ്ദേഹം ദൈവത്തിന്റെ വിളിയോടും നിയോഗങ്ങളോടും ക്രിയാത്മകമായി പ്രത്യുത്തരിച്ചു. അവിടുന്ന് പൗലോസിനെ സന്തോഷത്തോടെ സ്വീകരിക്കുകയും അദ്ദേഹത്തിന്റെ വരങ്ങളെ വർദ്ധിപ്പിക്കുകയും അനുഗ്രഹങ്ങളും അത്ഭുത ശക്തികളും നൽകുകയും ചെയ്തു. ഇവയൊന്നും തന്റെ കീഴടങ്ങലും പരിപൂർണ വിധേയത്വവുമില്ലാതെ നേടിയെടുക്കാൻ കഴിയുമായിരുന്നില്ല. പൂർണ്ണ സമർപ്പണത്തിന്റെ ഫലങ്ങൾ മാത്രമായിരുന്നു അതെന്നറിയുക. മേൽ പറഞ്ഞ സത്യങ്ങൾക്കനുസൃതം എന്റെ പ്രിയ മകളെ, നീയും ഞാൻ എപ്പോഴും ആവർത്തിക്കുന്ന കൽപ്പനകൾക്കും ഉപദേശങ്ങൾക്കും ചെവിക്കൊടുക്കുക. നീ ബാഹ്യനേത്രങ്ങൾക്ക് ഗോചരമായതിനെയും മിഥ്യയായ ലോകത്തെയും അതിന്റെ വഞ്ചനകളെയും പാടെ തിരസ്കരിക്കുക. പൗലോസിന്റെ വാക്കുകൾ എപ്പോഴും ഹൃദയപൂർണതയോടെ ഏറ്റുപറയുക. കർത്താവെ, ഞാൻ നിനക്കായി എന്തു ചെയ്യണമെന്നാണ് നീ ആഗ്രഹിക്കുന്നത്? എന്തെന്നാൽ നീ സ്വന്തം ഇച്ഛപ്രകാരം എന്തു ചെയ്യാൻ ശ്രമിച്ചാലും അത് നേരെയുള്ളതാകുകയില്ല. ആയതിനാൽ നീ എപ്പോഴും കർത്താവിന്റെ ഹിതം തേടുക. ഒരു ഉപകരണത്തിന് അതുപയോഗിക്കുന്ന കൈവേലക്കാരന് വഴങ്ങുന്നതനുസരിച്ച് മാത്രമേ ചലനവും പ്രവർത്തനവും സാധ്യമാകൂ.
ഉപകരണത്തിന് സ്വന്തമായ ഇച്ഛാശക്തിയുണ്ടായാൽ അത് പണിക്കാരന്റെ ഹിതത്തിന് വിരുദ്ധമായി ചലിക്കുന്നതിനിടയാകും. ഈ തത്വം മനുഷ്യാത്മാവിനും ദൈവത്തിനുമിടയിലുള്ള ബന്ധത്തിനും ബാധകമാണ്. ആത്മാവ് സ്വന്തം ഇഷ്ടത്താൽ നയിക്കപ്പെട്ടാൽ അതു കർത്താവിന്റെ ഇഷ്ടത്തിനെതിരെ മറുതലിക്കും. എന്നാൽ കർത്താവ് മനുഷ്യന് സ്വാതന്ത്ര്യം നൽകിയിരിക്കുന്നതിനാൽ മനുഷ്യന് ഇഷ്ടപ്രകാരം നടക്കാനാകും. അവിടുന്ന് മനുഷ്യന്റെ സ്വാതന്ത്ര്യത്തെ ഹനിക്കാൻ ആഗ്രഹിക്കുന്നില്ല. അതിനാൽ മനുഷ്യാത്മാവിനെ സ്വേച്ഛയുടെ വഴിയെ പോകാൻ അനുവദിക്കുന്നു. മനുഷ്യൻ സ്വന്തം ഇഷ്ടമനുസരിച്ച് ദൈവത്തെ മറന്ന് പ്രവർത്തിക്കുമ്പോൾ, അവിടുത്തെ കൽപ്പനകളോട് മറുതലിക്കുമ്പോൾ അവൻ വിനാശത്തിൽ നിപതിക്കും.